ഹലോ, നമസ്കാരം. ഖാർദുംഗ്ല ടോപ്പിലാണ്. 18,000 അടി ഉയരത്തിലാണ്. നുബ്രയിൽ നിന്ന് ഖാർദുംഗ്ല വരെ എത്തുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഖാർദുംഗ്ലയിൽ നിന്ന് ലേ വരെയുള്ള യാത്രയുടെ വീഡിയോയും അതുപോലെ തന്നെ ലേയിലുള്ള കുറച്ച് ഞങ്ങളുടെ സെലിബ്രേഷൻസും ഒക്കെ ഈ വീഡിയോയിൽ കാണാം കേട്ടോ. ഖാർദുംഗ്ലയിൽ നിന്ന് ഞങ്ങൾ ലേയിലേക്ക് ഇറങ്ങുകയാണേ. റോഡ് കൺസ്ട്രക്ഷനാണ്, അത് കാരണം തന്നെ റോഡിൻ്റെ അവസ്ഥ കുറച്ച് കഷ്ടമായിരുന്നു. ഒരുപാട് വളവുകളും തിരിവുകളും ഹെയർ പിന്നുകളും ഒക്കെയുള്ള റോഡായിരുന്നു. ഇനി മുന്നിലേക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറേ മലകൾ കയറി ഇറങ്ങിയിട്ടാണ് ഇനി ലേയിലേക്കുള്ള നമ്മുടെ യാത്ര. ഇതൊരു പാസ്സായത് കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ലേയിൽ നിന്ന് നുബ്രയിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കണം. ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു. ഇതുപോലെ വേറൊരു റൈഡർ ഗ്രൂപ്പുകൾ വരുന്നുണ്ടായിരുന്നു. ദൂരെ കാണുന്ന സിഗ്സാഗ് പോലെ വളഞ്ഞ് കിടക്കുന്നതാണ് ഇനി ഞങ്ങൾക്ക് പോകാനുള്ള റോഡ്. ഇനി ഏകദേശം ലേ എത്തുന്നവരെ ഇതേപോലുള്ള റോഡുകൾ തന്നെയാണ്. ഖാർദുംഗ്ല പാസിൻ്റെ ടോപ്പിലെത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മളൊരു വ്യൂ പോയിൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇറങ്ങുമ്പോഴും കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് അവർ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. കയറുമ്പോഴും കണ്ടിരുന്നു തെങ്ങനെയാണ്. ഹായ്, ദൂരെ കാണുന്ന പച്ചയാണ് ലേ എന്നാണ് തോന്നണേ. ഇവിടെ എന്നാൽ കാണാമെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ദൂരെ ഇങ്ങനെ കാണാം പച്ച കളറ്. ഇത് ആണ് ലേ എന്ന് വിചാരിക്കുന്നു, അറിയില്ല കേട്ടോ. നേരം നല്ല ഭംഗിയുണ്ട്, പിന്നെ കാണാൻ നല്ല രസമുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതൊക്കെ ഇറങ്ങി പോകണം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ കയറി നിന്നിട്ട് വീഡിയോ എടുക്കാം. ലേയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് 2 ദിവസം ഞങ്ങൾ താമസിച്ചിരുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ ലേയിൽ ചെക്ക് ഇൻ ചെയ്തത്. റൂം വേറെ ആയിരുന്നു എന്ന് മാത്രം. ഇതായിരുന്നു ലേയിൽ ഞങ്ങൾ ഇത്തവണ താമസിച്ച റൂം. നല്ല റൂം തന്നെയായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു.
റൂമിൽ കയറി ഫ്രഷായി അധികം വൈകാതെ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ലേ മാർക്കറ്റിൻ്റെ അടുത്ത് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട്. വൈകിട്ട് 6 മണി മുതൽക്ക് അവിടെ റോയൽ എൻഫീൽഡ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ബൈക്കായ ഹിമാലയൻ 450യുടെ ലോഞ്ചും അതിൻ്റെ കൂടെ തന്നെ കുറേ കൾച്ചറൽ പ്രോഗ്രാംസും മ്യൂസിക്കും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അവിടെ നടക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എൻട്രി ഫ്രീ ആയിരുന്നു. കൂടാതെ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ അവിടെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇതായിരുന്നു വെന്യൂ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പ്രോഗ്രാംസൊക്കെ കുറേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ലേയിലെത്തിയ അന്ന് അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ആ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ പോലെ തന്നെയുള്ള ഏകദേശം അതേപോലെ തന്നെയുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾ എൻട്രി ഒക്കെ കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ആ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു ഇവിടെ. കൾച്ചറൽ പ്രോഗ്രാംസ് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഏതോ ഒരു പ്രമുഖമായിട്ടുള്ള മ്യൂസിക് ബാൻഡിൻ്റെ മ്യൂസിക് പെർഫോമൻസും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഹിമാലയൻ 450യുടെ ഒഫീഷ്യൽ ലോഞ്ചും കൂടിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞങ്ങൾ ഹിമാലയൻ ഒഡീസിയുടെ ടീമിൻ്റെ ഇത്രയും ദിവസത്തെ ട്രാവലിൻ്റെ ഫോട്ടോസ് കൂടിയും അതുപോലെ കുറച്ച് വീഡിയോസും ഒക്കെ ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹിമാലയൻ ഒഡീസിയുടെ ഇത്രയും ദിവസത്തെ 14 ദിവസത്തെ ജേർണി ഞങ്ങൾ അങ്ങനെ ബിഗ് സ്ക്രീനിൽ കണ്ടു. Our third edition of the Great Himalayan Exploration begins from the festival, and we welcome the Himalayan Odyssey riders who just crossed the highest motorable pass in the world and reached Leh today. Talking about today evening we have a few performances lined up for you. We have a cultural program by Yaya Culture and Traditional Society, who will be performing a mix of traditional dance forms for us. Followed by that, we have Dashoos, a homegrown band from Leh. And on behalf of Yaya Culture and Traditional Society, I would like to pay my sincere thanks to the Royal Enfield and the team for giving us this lovely opportunity to perform in this beautiful event. And I would also like to extend my heartfelt welcome to everyone present here at this wonderful place to reveal the beauty of our tradition, music, and movement of the dancers with keen interest. Everyone, please enjoy this dance called Chapski. Thank you. So
പരിപാടികളൊക്കെ കണ്ട് ഒരു 10 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഡിന്നറും കൂടിയും കഴിച്ചു. അവിടെ തന്നെയാണ് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങി കുറച്ച് നേരം ഞങ്ങൾ ലേയിലത്തെ രാത്രി ജീവിതമൊക്കെ ഒന്ന് കണ്ടു. ഈ സമയത്തും കടകൾ മുഴുവൻ തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ മാലകളും വളകളും ഒക്കെ കിട്ടുന്ന കടകളായിരുന്നു കുറേ ഉണ്ടായിരുന്നത്. നല്ല പൈസയാണ് കേട്ടോ മാലയ്ക്കും വളയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് കുറച്ച് ക്രേസ് കുറവായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന്. വാങ്ങുന്നതിനേക്കാൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാണാനാണ് കൂടുതലിഷ്ടം. ലേയിലെ രാത്രി ജീവിതമൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. പിറ്റേ ദിവസം ഞങ്ങൾ ലേ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.